ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്തത പകരുന്ന ശക്തിയിലൂടെ വികസിത ഇന്ത്യ നിർമ്മിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 UDF-നും 9 LDF-നും 3 NDA-യ്ക്കും വിജയം. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. അന്തരീക്ഷ താപനില വളരെ കൂടുതലായതിനാൽ പൊങ്കാലയിടുന്ന എല്ലാവരും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കായംകുളത്ത് KSRTC ബസ് യാത്രയ്ക്കിടെ കത്തിയമർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ഗോവയെ നേരിടും. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്തത പകരുന്ന ശക്തിയിലൂടെ വികസിത ഇന്ത്യ നിർമ്മിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് വാരാണസിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യ ലോകത്തിനു മുന്നിൽ വികസനത്തിന്റെ മാതൃക സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം എല്ലാവർക്കും ഉറപ്പുവരുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 10 സീറ്റിലും LDF 9 സീറ്റിലും വിജയം നേടി. NDA 3 സീറ്റുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി 1 സീറ്റിലും വിജയിച്ചു. LDF ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള 5 സീറ്റിൽ നിന്ന് 9ലേക്ക് നില ഉയർത്തിയപ്പോൾ UDF-ന് 3 സീറ്റുകളും NDA-യ്ക്ക് 1 സീറ്റും നഷ്ടമാവുകയാണുണ്ടായത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡ് BJP-യിൽ നിന്ന് LDF പിടിച്ചെടുത്തു. കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡ് കോൺഗ്രസിൽ നിന്നും BJP പിടിച്ചെടുത്തു. കായംകുളത്ത് KSRTC ബസ് യാത്രയ്ക്കിടെ കത്തിയമർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സംഭവത്തിൽ സമയോചിതമായി ഇടപെട്ട ഡ്രൈവറെയും കണ്ടക്ടറെയും മന്ത്രി അഭിനന്ദിച്ചു. കത്തിയ ബസിന് കാലപ്പഴക്കമുണ്ടെന്ന് സംശയിക്കുന്നതായും KSRTC-യിലെ പഴയ മുഴുവൻ ബസ്സുകളും മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് രാവിലെയാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടിക്ക് പോവുകയായിരുന്ന KSRTC-യുടെ നീളമേറിയ വെസ്റ്റിബ്യൂൾ ബസ് കായംകുളത്ത് വച്ച് കത്തിയമർന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. പൊങ്കാല ഉത്സവത്തിന്റെ 7ാം ദിനമായ ഇന്നും ദർശനത്തിനായി ഭക്തരുടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിലും പരിസരത്തും അനുഭവപ്പെടുന്നത്. മറ്റന്നാൾ രാവിലെ 10:30-ന് അടുപ്പുവെട്ട് നടക്കുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാവും. ഉച്ചയ്ക്ക് 2:30-നാണ് പൊങ്കാല നിവേദ്യം. പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഇത്തവണ വർദ്ധിക്കാൻ സാധ്യത ഉണ്ടെന്ന കണക്കുകൂട്ടലിൽ വിപുലമായ തയ്യാറെടുപ്പുകളാണ് തലസ്ഥാന നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ചൂട് വളരെ കൂടുതലായതിനാൽ പൊങ്കാലയിടുന്ന എല്ലാവരും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കണം. ക്ഷീണം, തലവേദന, തലകറക്കം, ശ്വാസതടസ്സം തുടങ്ങിയവ ഉണ്ടായാൽ തണലത്തേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് മെഡിക്കൽ ടീമുകൾ, ആംബുലൻസ് സേവനം എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീമിന് 20 കോടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പദ്ധതി ഗുണഭോക്താക്കൾക്ക് നൽകിയ സൌജന്യ ചികിത്സയ്ക്ക് സർക്കാർ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾ എന്നിവയ്ക്ക് ചികിത്സാ ചെലവ് മടക്കി നൽകാൻ തുക വിനിയോഗിക്കും. നേരത്തെ 30 കോടിയും പദ്ധതിക്കായി നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം ഈ മാസം 27 വരെ നീട്ടി. ഇന്ന് ആറ്റിങ്ങൽ, വർക്കല എന്നിവിടങ്ങളിലാണ് പര്യടനം നടന്നത്. കോഴിക്കോട് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലും മാനിപ്പുരത്തുമായിരുന്നു ഇന്നത്തെ പര്യടനം. കൊച്ചിയിൽ പനമ്പള്ളി നഗർ, മൂലംകുഴി എന്നിവിടങ്ങളിലാണ് യാത്ര ഇന്ന് എത്തിച്ചേർന്നത്. കേന്ദ്ര സർക്കാർ നൽകുന്ന യുണീക്ക് ഡിസബിലിറ്റി കാർഡ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പരീക്ഷാ ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള രേഖയായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിഗണിക്കുന്നില്ലെന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. UDID കാർഡുകൾ രേഖയാക്കി സമർപ്പിക്കുന്നവരുടെ അപേക്ഷകൾ അംഗീകരിച്ച് പരീക്ഷാ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആദിവാസി ദളിത് വിഷയങ്ങളിൽ നടത്തുന്ന മുഖാമുഖം പരിപാടി നാളെ കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കും. മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും.
തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ കിഫ്ബി രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. 14 നില ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം 3 ടെസ്ല MRI സ്കാനർ, ഡെക്സ സ്കാനർ തുടങ്ങിയ സംവിധാനങ്ങളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കേരളം ഗോവയെ നേരിടും. രാത്രി 7-നാണ് മത്സരം. ആദ്യ മത്സരത്തിൽ അസമിനെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് കേരളം പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 വിക്കറ്റിന് 302 റൺസ് എന്ന നിലയിൽ. ജോ റൂട്ട് നേടിയ സെഞ്ചുറിയാണ് ബാറ്റിംഗ് തകർച്ചയിൽ നിന്നും ഇംഗ്ലണ്ടിനെ കരകയറ്റിയത്. അരങ്ങേറ്റ മത്സരത്തിനിറങ്ങിയ ഇന്ത്യൻ പേസർ ആകാശ് ദീപ് 3-ഉം മുഹമ്മദ് സിറാജ് 2 വിക്കറ്റുകൾ വീഴ്ത്തി. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 2-1 മുൻപിലാണ് ഇന്ത്യ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നേരിയ നഷ്ടത്തിൽ. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 15 പോയിന്റ് താഴ്ന്ന് 73,142-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 4 പോയിന്റ് നഷ്ടത്തിൽ 22,212-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 46,000 രൂപയും ഗ്രാമിന് 5,750 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്തത പകരുന്ന ശക്തിയിലൂടെ വികസിത ഇന്ത്യ നിർമ്മിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 UDF-നും 9 LDF-നും 3 NDA-യ്ക്കും വിജയം. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. അന്തരീക്ഷ താപനില വളരെ കൂടുതലായതിനാൽ പൊങ്കാലയിടുന്ന എല്ലാവരും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കായംകുളത്ത് KSRTC ബസ് യാത്രയ്ക്കിടെ കത്തിയമർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ഗോവയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.